പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കോമഡി ചാലഞ്ച് ആയിട്ടാണ്. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ കോമഡി ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. സംഭവത്തിന്റെ പേര് ഗെസ് ദ മലയാളം സോങ്. എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലിറിക്സ് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് ഏത് മലയാള പാട്ടാണെന്ന് കണ്ടുപിടിക്കണം. ഈ ചാലഞ്ച് ഇന്ന് ഞാനാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ മത്സരിക്കുന്നില്ല, അതേപോലെ ഇവർ രണ്ടുപേരാണ് മത്സരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഇവള് ചെയ്യാത്തോണ്ട് തന്നെ നമ്മൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു ചാലഞ്ച് ഇങ്ങനെ പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ പാട്ടിന് പണ്ടേ വീക്ക് ആയതുകൊണ്ട് മോഹിത്തിനെ വിളിച്ചുകൊണ്ടുവന്നുണ്ട്. മോഹിത്താണെങ്കിൽ പാട്ട് പാടി എല്ലാരെയും കൊതിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നണം. മലയാളം സോങ് അറിയാം. ഇന്ന് മോഹിത്തിന്റെ കഴിവ് തെളിയാൻ പോണ നിമിഷമാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാരും മോഹിത്തിന്റെ കഴിവ് കാണുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ലൈക്ക്, സപ്പോർട്ട് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഇതിന് ബസർ ഉണ്ട്. രണ്ടുപേരും ബസർ അടിച്ച് കാണിക്കൂ. ആദ്യം ഗോവിലിന്റെ ബസർ, പിന്നെ അടുത്ത മോഹിത്തിന്റെ ബസർ. ഓക്കെ, എല്ലാരും റെഡി അല്ലേ? ഹാൻഡ്സ് ഓൺ ദി ബസർ. ഓക്കെ, ഫസ്റ്റ് പാട്ട്. ഇത് എളുപ്പമാണ്, പറയട്ടെ. Under the drizzling raindrops on this country road, the day you came running. പറ. വെട്ടത്തിലെ മഴത്തുള്ളികൾ. യെസ്, ഇതിനൊരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ പാട് 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 പാടിക്കോ. തുടക്കം എങ്ങനെയായിരുന്നു? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. പാട്ടല്ലേ ആരടിക്കാൻ? അപ്പൊ മോഹിത്തിന് ഒരു പോയിന്റ്. നല്ലത്, അധികം പാടണ്ട. അടുത്ത എനിക്ക് കിട്ടും. At the time of wearing dresses of broken buttons, you are the smart girl who sat in middle of my heart. At the time of wearing dresses of broken buttons. കൊടുക്കു പൊട്ടിയ കുപ്പായ. അത് പക്ഷെ അത് പിന്നെ പറയണം. പറ, പോയിന്റ് ഉണ്ട്. ടൂണൊന്ന് പറഞ്ഞു. കുടുക്ക് പൊട്ടിയ എനിക്ക് പക്ഷെ ഒരു പോയിന്റ് കിട്ടി. India is not a handful of sand at the center of earth. ഭാരതമെന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ. കാഫല്ല, ഇതെന്തായിരുന്നു? ഓനിക്കര അതൊരു ദേശഭക്തി ഗാനം. ബുദ്ധി വെച്ചിട്ട് നമുക്ക് പാട്ടായി കൂട്ടാം. ഇത് ട്രിക്കി അല്ല, എളുപ്പമല്ല. അപ്പൊ രണ്ട്. ഇവന്റെ ഒരു വെല്ലുവിളിയാണ്. ഇപ്പൊ 2-1 ആയി. അടുത്ത കേസ് ചെയ്യണേ. To the beautiful lady who caught my eye with sound of bangles while I was fishing. To the beautiful lady who caught my eye with sound of bangles while I was fishing. Clue? I think you translate it. Okay. To the beautiful lady who caught my eye with sound of bangles while I was fishing. ഏതോ മീൻകാരിയാണ്. കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഓപ്ഷൻ ഇതിനകത്ത് while I was fishing, to the beautiful lady who caught my eye with sound of bangles while I was fishing. ഈ സംഭവം തന്നെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്ക്. ഓരോ വേർഡ് അല്ലാണ്ട്. ഓൾഡ് സോങ് അല്ലേ? ഫേമസ് പാട്ടാ. പക്ഷേ മീൻ പിടിക്കാൻ വല കൊണ്ട് വന്ന പെണ്ണെ. ക്യാമറമാൻ പോയിന്റ് കൊടുക്കുക.
കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. പണ്ടത്തെ പാട്ടാ എന്തോ. പോട്ടെ ക്യാമറമാന് ഓക്കെ, ഇനി അടുത്ത. Far away, like the seventh color of rain, you have a magical beauty hidden in your cheeks. Far away, like the seventh color of rain, you have a magical beauty hidden in your cheeks. Come on, ഇതൊരു മത്സരിച്ചൊരു ബസ്സറടി. ദൂരെ Far away, like the seventh color of rain, you have a magical beauty hidden in your cheeks. ഇവിടെ ക്യാമറമാനും ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കിട്ടുന്നില്ല. എന്താ ഏത് മമ്മൂക്കയുടെ അതിരല്ലേ പാട്ടാണോ? അതിരനിലെ ദൂരെ ഒരു മഴവില്ലേഴാം വർണ്ണം പോലെ. അതാണ് ഏഴാം വർണ്ണം, സെവൻത് ചീക്കവിടെ ദൂരെ മഴവില്ലിൻ ഏഴാം വർണ്ണം പോലെ തൂവൽ കവിളിണയിൽ you have a magical beauty hidden in your cheeks. ക്വസ്റ്റ്യൻ ഇട്ട ആള് ശരിയല്ല. കവിളിണയിൽ നിൻ മായാലാവണ്യം, അതാണ് മായാലാവണ്യമാണ് മാജിക്കൽ ബ്യൂട്ടി. അതല്ലേ മാജിക്കൽ ബ്യൂട്ടി, നിങ്ങക്ക് വിഷമുണ്ടെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. അപ്പൊ എത്രയായി? 3. പത്തെണ്ണയില്ലേ? എളുപ്പമാണ്, മത്സരിച്ച് പസരടിക്കണം. Come dear dragonfly, be my friend. There is no spring inside me without you. Come dear dragonfly, be my friend. There is no spring inside me without you. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ? അതന്നെ. അപ്പൊ 4. ഒരു 5 എണ്ണം കഴിഞ്ഞു അല്ലേ ഇപ്പൊ? അപ്പൊ 6 കഴിഞ്ഞു, ഒരെണ്ണം നമുക്ക് കിട്ടി. 6 എണ്ണം ഡ്രോ ആക്കാനും പറ്റില്ല. കമോൺ പോയി, ഞാൻ വേണേ വിട്ടുതരാം. അത് കണ്ട നല്ല ആദ്യമായിട്ട് വന്നിട്ട് പൊട്ട ശരിയല്ലല്ലോ. ഓക്കെ, അടുത്ത. Come to me dear Maina, give me a pinch of sweetness in your beloved garden. Who are you searching for? Who? എളുപ്പമാണിത്. Come to me dear Maina, give me a pinch of sweetness in your beloved garden. Who are you searching for? Who? അടുത്തു വാ. Give me a pinch of sweetness in your beloved garden. Who are you searching for? Who? അയ്യോ, എവിടെ കേട്ടുണ്ട്. അത് നോക്ക്. Who are you searching for? Who? അത് വെച്ച് പിടിക്ക്. ആരെയാ നീ തേടുന്നത്? ആരെ പിന്നെ who for? നീയാണ് ഇവനെ അടിച്ച. പക്ഷേ അതെങ്ങനെ എനിക്ക് മോഹിത്തെ ഉത്തരം പറഞ്ഞോളൂ. നീയാണ് ബസ് അടിച്ചത്. പക്ഷെ ചീറ്റിംഗ് ആണ്. അവൻ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കിട്ടിയേ. ഞാൻ അതാ അവരോട് പറഞ്ഞ പാടി പോയിന്റ് കൊണ്ടുവന്നു. മധുരം മറ്റേതാണ് ആ ബിലവഡ് ഗാർഡൻ. തേടുവതാരെ ആരെ, അതാണ് ഞാൻ പറഞ്ഞ. അത് ചിന്തിക്കുക. Who are you searching for? Who? ആരെ. ഇത് എളുപ്പമാണ്, നല്ല എളുപ്പമാണ്.
mother-in-law baked all cakes all alone. Those were for her. അപ്പങ്ങളെമ്മാടും ചുട്ടമ്മായി. അപ്പങ്ങളെമ്മാടും ഒറ്റയ്ക്ക് ചുട്ട അപ്പങ്ങളെമ്മാടും A banyan tree should have raised floor and a temple അത് അയ്യോ എനിക്കറിയാം. nearby and a pond close എനിക്കറിയാം, by നല്ല tree. ഫേമസ് പാട്ട്. അയ്യോ അറിയാം. അയ്യോ ബാനിയൻ ട്രീ അല്ലേ? ആലില കണ്ണൻ പോ അവിടുന്ന്. അയ്യോ Banyan tree should have raised floor and temple nearby and a port close to it. അയ്യോ ഫേമസ് പാട്ടായിരുന്നല്ലോ, എനിക്കറിയാത്. സ്റ്റാർട്ടിങ് കിട്ടും. ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ല. ആലില് ആലില് കിടക്കോ? ആര്? കൃഷ്ണൻ ആലില് കൃഷ്ണനല്ലേ? ആലില് രാവിലെ തന്നെ പെട്ടണം. അല്ല അയ്യോ അടുത്ത് ഇപ്പൊ എനിക്കറിയാം, പാട്ടറിയാം. ക്ലോസപ്പിനെ പരസ്യം പറഞ്ഞു. ക്യാമറമാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കണേ. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല. ആ ക്യാമറമാൻ അവിടെ നിന്ന് കൈ കൊണ്ട് നിനക്ക് നോക്കിക്കൂടായിരുന്നോ? ഞാൻ അവിടെ കഷ്ടപ്പെട്ട് നിങ്ങക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം. നീ എവിടെ പൊന്നൂനാലടിക്കാം നിന്നെ ഞാൻ അതാ പറഞ്ഞോണ്ടിരിക്കണേ നിങ്ങള്. ആ പാട്ടല്ല. എനിക്കിതറിയാം. ഇത് വേറെ മറ്റേ തൈക്കുടംബറിച്ചൊക്കെ ഈ പാട്ടൊക്കെ പാടിണ്ട്. ബഷർ ഫസ്റ്റ് അടിച്ച മോഹിത്താണേ. അത് ഞാനല്ലേ? ഗോകുലാണോ? 44, 31, 44. ഇവനാണ്. ഗോകുലാണോ? പക്ഷെ അതാണ് ഞാൻ പക്ഷെ പറയണം, ആലോചിക്കുന്നത്. പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പാസ്സാണ്. പറയൂ. അല്ലാണ്ട് 10 വരെ എണ്ണും. ഇനി ഇത് കൊറേ നേരം ആലോചിക്കണം. ഈ പറഞ്ഞു അറിയാ, പാട്ടറിയാം. സത്യമായിട്ട് കോപ്പി അടിക്കുന്നുണ്ട്. എന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്തു. സത്യം പറയട്ടെ, എനിക്കും അറിയില്ല. അവനും അറിയാത്തവരെ ഞാനും ബസ്സിലടിച്ച്. ക്ലോസ് ടു കുളത്തിന് കരയിൽ തുണിയോ? പോണ്ടെന്നല്ല, കുളം. ക്ലോസ് കുളം ബൈ ട്രീ. കുളമടച്ച് ക്ലോസ് അങ്ങനെയല്ല, അടച്ച്. അടുത്ത് പോണ്ടുണ്ടെന്ന്. അപ്പു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന അതാണല്ലോ എളുപ്പം. പിന്നെ എന്നിട്ട് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ പാസ് അടിക്ക്. എനിക്ക് അറിയായിരുന്നു. ആ ടോൺ കിട്ടിയ പറഞ്ഞോ. ആലായാൽ തരവിടം മസാല കോഫി. അതാണ് മാറിപ്പോയി. നീ ഏത് ആലിന് തൈക്കുടല്ല, മസാല കോഫിയാണ്. അതാണ് ഞാൻ പറഞ്ഞ ആലിന് ചേർന്നൊരു കുളവും വേണം. അതാണ് ആ ട്യൂൺ കിട്ടിയ വേറെ ഡ്രസ് എന്നൊക്കെയാ പറഞ്ഞു. വേണം. ഞാനിവിടെ തുണി തുണി എന്ന് പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്കും. ആരെ സൈഡിൽ തുണി കൊണ്ട് വെച്ചിട്ട് ഈ പാട്ട് പാടി ഈ പാട്ടൊക്കെ എഴുതി. അടുത്ത പറ. എത്ര സ്കോർ? അപ്പൊ 2, 4, 3. 3. ഫോർമേഷൻ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഗോകുലെ ഇല്ല, ഞാൻ ജയിക്കും. ഞാൻ 5 പോയിന്റ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാരും എന്റെ ബാക്കിൽ പോയ നിങ്ങൾ കോപ്പി എനിക്കിത് തരണം, ഞാനിത് എടുക്കും. നിന്നെ എടുക്കാൻ സമ്മതിക്കൂല ഞാൻ. നീ അങ്ങ് ഇത് എടുക്കുക. മൈ ലവ്, when I hold your hand, there is a sea of divine light. In the vision of my inner eye, you are a crooning bird. അഴകിയതിൻ കൈ ഇടിച്ചാലാണോ? അത് കറക്റ്റ് ആക്ക്. അതാണ് അഴകിയല്ല. അഴകിയല്ലല്ലോ. നീ അത് മൊത്തം കുറച്ച് ഫ്രണ്ടിലോട്ട് പാട്. അഴകിയല്ല. അതല്ല. നീ ഒരു പ്രാവശ്യം കൂടി പാട്. മനസ്സിലാവും. മൈ ലവ് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുറച്ചും കൂടി ഒന്ന് അനാറ്റമി ചിന്തിക്ക്. അനാറ്റമിയിൽ ഒരു നമ്മുടെ ഒരു ബോഡി പാർട്ടിന്റെ നീ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. അപ്പം പറഞ്ഞ കണക്ക് പിടിച്ചിട്ടുണ്ട്. ടൈറ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ പുലിയാണ്. ഞാൻ പറഞ്ഞില്ലേ Okay. അപ്പോൾ 10 ആയി. തിരിച്ചു വന്നേ 10 ആയി പോയിന്റ്സ്.